ഇന്ന് PV അൻവർ മുതലക്കുളം മൈതാനിയിൽ വിശദീകരിച്ച മാമി കേസ് എന്താണ്? ഇതിന്റെ പിന്നിൽ പോലീസുകാരാണോ? ഇനി പോലീസുകാർ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടോ? ഇനി അതല്ല, PV അൻവറിന്റെ എക്കാലത്തെയും ശത്രുവായ വിടാതെ പിന്തുടരുന്ന മറുനാടൻ മലയാളി പറയുന്നത് പോലെ ഇതിന്റെ പിന്നിൽ PV അൻവറിന് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മോശമല്ലാത്ത ചുറ്റുപാടുകളുള്ള അതിസമ്പന്നനായ ഒരു മനുഷ്യനാണ് മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന മാമി. 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി YMCA ക്രോസ് റോഡിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇദ്ദേഹത്തെ കാണാതായിട്ട് ഏകദേശം ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴും മാമി എവിടെയാണ്? മാമി മരണപ്പെട്ടിട്ടുണ്ടോ? മാമി തിരിച്ചു വരുമോ എന്ന കാര്യത്തിലൊന്നും പോലീസിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ, ഈ കുടുംബത്തിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അൻവർ പറയുന്ന ചില കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ചില വസ്തുതകൾ അൻവർ പറയുന്നതിലുണ്ട് എന്ന് കുടുംബവും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും വിശ്വസിക്കുന്നത്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന നിരവധി ആളുകളുമായി ഇടപാടുകൾ നടത്തുന്ന മാമി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടനിലക്കാരനായും കച്ചവടക്കാരനായും വിൽപ്പനക്കാരനായും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സമ്പന്നൻ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കാണാതെയാകുന്നു. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ യഥാർത്ഥ കുറ്റവാളികളെന്ന് ഈ 2023 കാലഘട്ടത്തിൽ CCTVകൾ നിറഞ്ഞു നിൽക്കുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കാണാതായാൽ അദ്ദേഹത്തെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു വലിയ പരാജയം തന്നെയാണ്. മാമിയെ കണ്ടെത്തണമെന്നും മാമിയുടെ തിരോധാനം തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയും ഇവരുടെ കുടുംബവും നടത്തുന്ന സമര പോരാട്ടങ്ങൾക്കിടയിലാണ് PV അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും പോലീസിനെതിരെയും ആഞ്ഞടിച്ച വാർത്താ സമ്മേളനത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നതിൽ ADGPക്ക് പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതോടുകൂടി മാമി തിരോധാന കേസിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി അറിയാത്ത ആക്ഷൻ കമ്മിറ്റിക്കും ഈ കുടുംബത്തിനും ഒരു പ്രതീക്ഷയാവുകയാണ്. എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തിയ പോലീസുകാർ തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി മാമി ഇടപെട്ടു എന്ന് കുടുംബം പറയുന്നത് 300 കോടിയുടെ ഒരു ഇടപാടിലാണ്. ആ ഇടപാടിൽ നിന്ന് തനിക്ക് 20 കോടി രൂപ ലഭിക്കുമെന്ന് മാമി കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി മാമി ദുബൈയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് മാമി അത്ര സന്തോഷവാനായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കകം മാമിയെ കാണാതാവുകയും ചെയ്തു. എന്നാൽ മാമിയെ കാണാതായതോടുകൂടി ഈ 300 കോടി രൂപയുടെ ഇടപാട് നടന്നു എന്നും അതിൽ കൃത്യമായ ആളുകൾക്ക് ബ്രോക്കറേജ് അതല്ലെങ്കിൽ കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നും മാമിക്ക് ലഭിക്കേണ്ടിയിരുന്ന തുക മറ്റാർക്കോ ലഭിക്കാൻ വേണ്ടിയിട്ട് മാമി നടത്തിയ ഈ ഇടപാടിന്റെ തുക തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ചില ബിസിനസ്സുകാരാണ് ഇതിന്റെ പിന്നിൽ എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. മാമി തിരോധാന കേസ് പ്രധാനമായിട്ടും 3 പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത്. ആദ്യം ഈ കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം SHO ആയ നടക്കാവ് SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് സിറ്റി കമ്മീഷണർ ഈ അന്വേഷണം ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ കാര്യമായി തുമ്പുണ്ടാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എവിടേക്ക് പോയി, എങ്ങനെ പോയി, അതല്ലെങ്കിൽ ആരുടെ കൂടെ പോയി എന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷെ ഇതൊന്നും കൃത്യമായി ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാമിയുടെ കുടുംബം ഇത് ക്രൈംബ്രാഞ്ചിലോ അതല്ലെങ്കിൽ CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് കുടുംബത്തെ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു സത്യമുണ്ട് എന്ന് കുടുംബത്തെ വിശ്വസിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം. അതായത് പിന്നീട് ഈ അന്വേഷണം ADGP അജിത് കുമാർ ഒരു ഉത്തരവിലൂടെ മലപ്പുറം SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് അന്വേഷണം കൈമാറുകയാണ്. പിന്നീട് ഇവരാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടക്കുന്ന വേളയിൽ കേസ് ഒരു സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ADGP അജിത് കുമാർ ഇതിൽ ഇടപെടുകയും കോഴിക്കോട് വന്ന് ഈ അന്വേഷണ സംഘവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതോടുകൂടി അന്വേഷണം മരവിപ്പിക്കുകയും മാമി തിരോധാന കേസ് ഉത്തരം കിട്ടാത്ത ഒരു ഏടായി മാറുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നത് ADGP അജിത് കുമാർ ആണ് എന്നാണ് PV അൻവർ പറയുന്നത്. അത് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മാമി തിരോധാന കേസിൽ അതിന്റെ പിന്നിൽ അതല്ലെങ്കിൽ മാമിയെ വധിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ മാമിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എങ്കിൽ അതിൽ കോടികൾ ലാഭം കൊയ്യുന്ന ഒരു സംഘം പിന്നിലുണ്ട്. ആ സംഘത്തിന്റെ രക്ഷകനായിക്കൊണ്ടാണ് ADGP അജിത് കുമാർ വന്നിരിക്കുന്നത് എന്നും അന്വേഷണം കുടുംബം പറയുന്ന രീതിയിൽ പോകുന്നില്ല എന്നും കുടുംബത്തിന് ഉത്തരം കിട്ടേണ്ട നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ADGP അജിത് കുമാർ രൂപീകരിച്ച സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായ വെല്ലുവിളി. ഇതിന്റെ പിന്നിൽ പോലീസും അതോടൊപ്പം തന്നെ പോലീസിന്റെ തലപ്പത്തുള്ള ആളുകളുമാണ് എന്നാണ് PV അൻവർ പറയുന്നത്. എന്നാൽ PV അൻവറിനെ ഏത് സമയത്തും എതിർക്കുന്ന അതല്ലെങ്കിൽ അവസരത്തിലും അനവസരത്തിലും എതിർക്കുന്ന മറുനാടൻ മലയാളി ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അതായത് ഈ കേസ് ഒരു തീരുമാനത്തിലെത്താൻ പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 ആളുകളിലേക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്ന വേളയിലാണ് ഈ ഒരു PV അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അതോടുകൂടി മലപ്പുറം SP-യും അജിത് കുമാർ ഒക്കെ സംശയത്തിന്റെ നിഴലിലേക്ക് പോയി. ഈ അന്വേഷണം ഒരു
തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി ഈ കേസ് അട്ടിമറിക്കാൻ PV അൻവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നാൽ അതിൽ ഒട്ടും തന്നെ വിശ്വാസ്യതയില്ല. കാരണം അങ്ങനെ ഒരു വലിയ സംഘത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലീസ് സംവിധാനമുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, പോലീസിന് വേണമെങ്കിൽ അത്തരം ഒരു കാര്യം തെളിയിക്കുന്നതോടുകൂടി PV അൻവറിനെ തന്നെ ഈ കേസിൽ പ്രതിയാക്കാൻ സാധിക്കും. അതായത് ഇതിലെ പ്രതികളെ രക്ഷിക്കാനും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ ശ്രമിച്ചു എന്നൊരൊറ്റ പേരുകൊണ്ട് PV അൻവറിനെ വേണമെങ്കിൽ കൂട്ടുപ്രതിയാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ADGP അജിത് കുമാറും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവും അങ്ങനെ ഒരു തുമ്പുണ്ട് എങ്കിൽ, ഇവിടെ മറുനാടൻ മലയാളി പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിന് ഒരു മടിയും കാണില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ, അവരുടെ ADGPയെ രക്ഷിക്കാൻ ഇതിന് വലിയ ഒരു ആയുധം അവർക്ക് ലഭിക്കില്ല. ഇവിടെ 3 സാധ്യതകളാണ് തെളിയുന്നത്. ഒന്ന്, പോലീസ് ആത്മാർത്ഥമായി കേസന്വേഷണം നടത്തി. പോലീസ് പറയുന്നത് 500ഓളം ആളുകളെ ചോദ്യം ചെയ്തു, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു, അതോടൊപ്പം തന്നെ നിരവധി ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തുമ്മുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് കേരള പോലീസിന്റെ പരിമിതിയായി കണ്ട് ഒതുങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത്രേ സാധിക്കൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ സാധ്യത, അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തി, പക്ഷെ തൊടാൻ സാധിക്കില്ല. അത്രമാത്രം ഉന്നതരും സാമ്പത്തികമായി ഉയർന്ന ശേഷിയുള്ള ആളുകളുടെ അടുത്തേക്കായിരിക്കാം അന്വേഷണം എത്തിപ്പെട്ടത്. PV അൻവർ പറഞ്ഞതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് അതല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ കേസിന്റെ പ്രധാനപ്പെട്ട ഉന്നതരിൽ അന്വേഷണം എത്തിക്കാണും. അതോടുകൂടി ADGP അജിത് കുമാറിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഇടപെട്ട് കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് മറ്റൊരു സാധ്യത വരുന്നത്. മൂന്നാമത്തെ സാധ്യത, കേരള പോലീസിന് സ്ഥിരമായ ഒരു ശൈലിയുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം ഒന്ന് ആവേശത്തിലെടുക്കും, പിന്നീട് അത് ഫയലിൽ കെട്ടിക്കിടക്കും, പിന്നീട് ഏതെങ്കിലും ഒരു നല്ല പോലീസുകാരൻ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ CBI പോലെയുള്ള ക്രൈംബ്രാഞ്ച് പോലെയുള്ള അന്വേഷണങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് വീണ്ടും അത് പൊടി തട്ടിയെടുത്ത് അന്വേഷണം ആരംഭിക്കും. അങ്ങനെ അത് അത്ര മതി എന്ന് കരുതി മാറ്റിവെച്ച ഒരു ഫയലായിരിക്കാം. PV അൻവർ ഈ ഒരു ബോംബ് പൊട്ടിച്ചതോടുകൂടി പോലീസ് വെട്ടിലായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.